വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 21-ാം അധ്യായം. ഈ കാര്യങ്ങൾക്കു ശേഷം ഇത് സംഭവിച്ചു. ജസ്രയേൽക്കാരനായ നാബോത്തിന് ജസ്രയേലിൽ സമരിയ രാജാവായ ആഹാബിന്റെ കൊട്ടാരത്തിന്റെ സമീപത്ത് ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. ആഹാബ് നാബോത്തിനോട് ഇപ്രകാരം പറഞ്ഞു: നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് പച്ചക്കറിത്തോട്ടം ആയിത്തീരേണ്ടതിന് അത് എനിക്ക് തന്നാലും. അത് എന്റെ കൊട്ടാരത്തിന്റെ അടുത്താണല്ലോ. അതിനു പകരം ഞാൻ നിനക്ക് അതിനേക്കാൾ നല്ല ഒരു മുന്തിരിത്തോട്ടം തരാം. നിന്റെ ദൃഷ്ടികളിൽ തൃപ്തികരമെങ്കിൽ അതിന്റെ വില നിനക്കു ഞാൻ പണമായി തരാം. നാബോത്ത് ആഹാബിനോട് പറഞ്ഞു: എന്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് നൽകുന്നതിൽ നിന്ന് കർത്താവ് എന്നെ തടയട്ടെ. എന്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ അങ്ങേയ്ക്ക് നൽകുകയില്ല എന്ന് ജസ്രയേൽക്കാരനായ നാബോത്ത് പറഞ്ഞ വാക്കുനിമിത്തം ആഹാബ് നീരസനും വിഷമിതനുമായി തന്റെ കൊട്ടാരത്തിലേക്ക് പോയി. അവൻ തന്റെ കട്ടിലിൽ മുഖം തിരിച്ചു കിടന്നു. അവൻ അപ്പം ഭക്ഷിച്ചതുമില്ല. അവന്റെ ഭാര്യ ജെസബെൽ അവന്റെ അടുത്തു വന്ന് ചോദിച്ചു: എന്തുകൊണ്ടാണ് നിന്റെ അരൂപി നീരസപ്പെട്ടിരിക്കുന്നതും നീ ഭക്ഷണമൊന്നും കഴിക്കാത്തതും? അവൻ അവളോട് പറഞ്ഞു: ജസ്രയേൽക്കാരനായ നാബോത്തിനോട് സംസാരിച്ചപ്പോൾ ഞാൻ അവനോട് നിർദ്ദേശിച്ചു, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് വിലയ്ക്ക് തരുക, അല്ലെങ്കിൽ നിനക്കിഷ്ടമാണെങ്കിൽ അതിനു പകരം ഒരു മുന്തിരിത്തോട്ടം ഞാൻ നിനക്കു തരാം. അപ്പോൾ അവൻ പറഞ്ഞു: എന്റെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരുകയില്ല. അവന്റെ ഭാര്യ ജെസബെൽ അവനോട് പറഞ്ഞു: നീ ഇപ്പോൾ ഇസ്രായേലിനു മേൽ ഭരണം നടത്തുകയല്ലേ? എഴുന്നേറ്റ് അപ്പം ഭക്ഷിക്കുക, നിന്റെ ഹൃദയം സന്തോഷിക്കട്ടെ. ജസ്രയേൽക്കാരനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്കു തരും. അവൾ ആഹാബിന്റെ പേരിൽ പ്രമാണങ്ങൾ എഴുതി അവന്റെ മുദ്രാമോതിരം കൊണ്ട് അവ മുദ്ര ചെയ്ത് ആ പ്രമാണങ്ങൾ നാബോത്തിനോടൊപ്പം അവന്റെ നഗരത്തിൽ താമസിച്ചിരുന്ന ശ്രേഷ്ഠന്മാർക്കും പ്രഭുക്കന്മാർക്കും അയച്ചു കൊടുത്തു. പ്രമാണങ്ങളിൽ അവൾ ഇപ്രകാരം എഴുതി: നിങ്ങൾ ഒരു ഉപവാസം പ്രഖ്യാപിക്കുവിൻ, നാബോത്തിനെ ജനത്തിന്റെ മുഖ്യസ്ഥാനത്ത് ഇരുത്തുകയും ചെയ്യുവിൻ. അവന്റെ അടുത്ത് നിങ്ങൾ നീചന്മാരായ 2 ആളുകളെ ഇരുത്തുവിൻ. അവർ ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തട്ടെ: നീ ദൈവത്തെയും രാജാവിനെയും ശപിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ അവനെ പുറത്തു കൊണ്ടുവന്ന് കല്ലെറിയുവിൻ, അവൻ മരിക്കട്ടെ. അവന്റെ പട്ടണത്തിലെ ജനം അവനോടൊപ്പം അവന്റെ പട്ടണത്തിൽ താമസിച്ചിരുന്ന ശ്രേഷ്ഠന്മാരും പ്രഭുക്കന്മാരും ജെസബെൽ തങ്ങൾക്ക് അയച്ചിരുന്ന പ്രകാരം, അതായത് അവൾ തങ്ങൾക്ക് അയച്ച പ്രമാണങ്ങളിൽ എഴുതപ്പെട്ടിരുന്നത് പോലെ പ്രവർത്തിച്ചു. അവർ ഉപവാസം പ്രഖ്യാപിക്കുകയും നാബോത്തിനെ ജനത്തിന്റെ മുഖ്യസ്ഥാനത്ത് ഇരുത്തുകയും ചെയ്തു. നീചന്മാരായ 2 ആളുകൾ വന്ന് അവന് സമീപം ഇരുന്നു. ജനത്തിന്റെ മുൻപാകെ ആ ദുഷ്ടർ നാബോത്തിനെതിരെ ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തി: നാബോത്ത് ദൈവത്തെയും രാജാവിനെയും ശപിച്ചിരിക്കുന്നു. അപ്പോൾ അവർ അവനെ പട്ടണത്തിന് പുറത്തു കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു. അവൻ മരിച്ചു. അവർ ആളയച്ച് ജെസബെലിനോട് പറഞ്ഞു: നാബോത്ത് കല്ലെറിയപ്പെട്ടിരിക്കുന്നു, അവൻ മരിച്ചു കഴിഞ്ഞു. നാബോത്ത് കല്ലെറിയപ്പെട്ടെന്നും മരിച്ചെന്നും ജെസബെൽ കേട്ടു. അപ്പോൾ ജെസബെൽ ആഹാബിനോട് പറഞ്ഞു: എഴുന്നേറ്റ് നിനക്ക് വിലയ്ക്ക് തരാൻ ജസ്രയേൽക്കാരൻ നാബോത്ത് വിസമ്മതിച്ച മുന്തിരിത്തോട്ടം അവകാശപ്പെടുത്തുക. കാരണം നാബോത്ത് ജീവിച്ചിരിപ്പില്ല, അവൻ മരിച്ചു. ജസ്രയേൽക്കാരൻ നാബോത്ത് മരിച്ചെന്ന് ആഹാബ് കേട്ടപ്പോൾ നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് അവകാശപ്പെടുത്താനായി ആഹാബ് എഴുന്നേറ്റു. അപ്പോൾ തിശ്ബ്യനായ ഏലിയായുടെ പക്കൽ കർത്താവിന്റെ വചനം ഇപ്രകാരം വന്നു ഭവിച്ചു: എഴുന്നേറ്റ് സമരിയായിലുള്ള ഇസ്രായേൽ രാജാവ് ആഹാബിനെ കാണാൻ ഇറങ്ങിച്ചെല്ലുക. ഇതാ, അവൻ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം അവകാശപ്പെടുത്താനായി അവിടേക്ക് ഇറങ്ങിച്ചെന്നിരിക്കുന്നു. നീ അവനോട് ഇപ്രകാരം സംസാരിക്കണം: കർത്താവ് ഇങ്ങനെ ചോദിക്കുന്നു, കൊലപ്പെടുത്തി നീ അവകാശപ്പെടുത്തിയോ? അവനോട് നീ ഇപ്രകാരം പറയണം: കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, നാബോത്തിന്റെ രക്തം നായ്ക്കൾ നക്കിയ സ്ഥലത്ത് നിന്റെ രക്തവും നായ്ക്കൾ നക്കും. ആഹാബ് ഏലിയായോട് ചോദിച്ചു: എന്റെ ശത്രുവേ, നീ എന്നെ കണ്ടെത്തിയോ? അവൻ പ്രതിവചിച്ചു: നിന്നെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു.
കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിക്കാൻ നീ നിന്നെ തന്നെ വിറ്റിരിക്കുന്നതിനാൽ ഇതാ ഞാൻ നിന്റെ മേൽ തിന്മ വരുത്തുന്നു. നിനക്ക് ശേഷമുള്ളവരെ ഞാൻ അഗ്നിക്കിരയാക്കും. അടിമയോ സ്വതന്ത്രനോ ആയി ആഹാബിന് ഇസ്രായേലിലുള്ള പുരുഷന്മാരെ ഞാൻ അരിഞ്ഞു കളയും. നീ പ്രകോപനമുളവാക്കിയതും ഇസ്രായേലിനെ വഴി തെറ്റിച്ചതും മൂലം നിന്റെ ഭവനം ഞാൻ നാബോത്തിന്റെ പുത്രൻ ജെറോബോവാമിന്റെ ഭവനം പോലെയും അഹിയായുടെ പുത്രൻ ബാഷായുടെ ഭവനം പോലെയും ആക്കി തീർക്കും. കൂടാതെ ജെസബലിനെ കുറിച്ച് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ജസ്രയേലിന്റെ കോട്ടയ്ക്കകത്ത് ജെസബലിനെ നായ്ക്കൾ ഭക്ഷിക്കും. പട്ടണത്തിൽ വെച്ച് മരിക്കുന്ന ആഹാബിന്റെ ബന്ധുവിനെ നായ്ക്കൾ ഭക്ഷിക്കും. വയലിൽ വെച്ച് മരിക്കുന്നവനെ ആകാശത്തിലെ പക്ഷികൾ ഭക്ഷിക്കും. ഭാര്യയായ ജെസബലിന്റെ പ്രേരണയാൽ കർത്താവിന്റെ ദൃഷ്ടികളിൽ തിന്മയായത് പ്രവർത്തിക്കാൻ തന്നെ തന്നെ വിറ്റ ആഹാബിനെ പോലൊരാൾ ഉണ്ടായിട്ടേയില്ല. ഇസ്രായേലരുടെ മുൻപിൽ നിന്ന് കർത്താവ് തുരത്തിയ അമോര്യർ ചെയ്തതെല്ലാം പോലെ വിഗ്രഹങ്ങളുടെ പുറകെ പോയി അവൻ വളരെ മ്ലേച്ഛമായി പ്രവർത്തിച്ചു. മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആഹാബ് കേട്ടപ്പോൾ അവൻ തന്റെ വസ്ത്രം കീറുകയും തന്റെ ശരീരത്തിൽ ചാക്ക് ഇടുകയും ഉപവസിക്കുകയും ചെയ്തു. അവൻ ചാക്കിൽ കിടക്കുകയും എളിമയോടെ വ്യാപരിക്കുകയും ചെയ്തു. അപ്പോൾ തിഷ്ബ്യനായ ഏലിയായുടെ പക്കൽ കർത്താവിന്റെ വചനം ഇപ്രകാരം വന്നു ഭവിച്ചു: ആഹാബ് എന്റെ മുൻപിൽ എളിമപ്പെട്ടത് നീ കണ്ടില്ലേ? അവൻ എന്റെ മുൻപിൽ എളിമപ്പെട്ടത് കൊണ്ട് അവന്റെ നാളുകളിൽ ഞാൻ തിന്മ വരുത്തുകയില്ല. അവന്റെ പുത്രന്റെ നാളുകളിൽ അവന്റെ ഭവനത്തിന്മേൽ ഞാൻ തിന്മ വരുത്തും. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 22-ാം അധ്യായം. ആരാമിനും ഇസ്രായേലിനുമിടയിൽ യുദ്ധമില്ലാതെ അവർ 3 വർഷം വസിച്ചു. 3-ാം വർഷം യൂദാ രാജാവായ യഹോഷാഫാത്ത് ഇസ്രായേൽ രാജാവിന്റെ അടുത്തേക്ക് ഇറങ്ങി വന്നു. ഇസ്രായേൽ രാജാവ് തന്റെ സേവകന്മാരോട് പറഞ്ഞു: റാമോത്ത് ഗിലെയാദ് നമുക്കുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആരാം രാജാവിന്റെ കയ്യിൽ നിന്ന് അത് തിരിച്ചെടുക്കുന്നതിന് നാം എന്തിന് വൈകുന്നു? അവൻ യഹോഷാഫാത്തിനോട് ചോദിച്ചു: റാമോത്ത് ഗിലെയാദിൽ യുദ്ധത്തിനായി എന്നോടൊപ്പം പോരുമോ? യഹോഷാഫാത്ത് ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു: ഞാൻ തന്നെയും നിന്നെ പോലെയാണ്. എന്റെ ജനം നിന്റെ ജനത്തെ പോലെയും എന്റെ കുതിരകൾ നിന്റെ കുതിരകളെ പോലെയും അത്രേ. യഹോഷാഫാത്ത് ഇസ്രായേൽ രാജാവിനോട് തുടർന്നു: ആദ്യം കർത്താവിന്റെ വചനം ആരാഞ്ഞാലും. അപ്പോൾ ഇസ്രായേൽ രാജാവ് 400ഓളം പേർ വരുന്ന പ്രവാചകന്മാരെ വിളിച്ചുകൂട്ടി. അവൻ അവരോട് ആരാഞ്ഞു: ഞാൻ റാമോത്ത് ഗിലെയാദിനെതിരെ യുദ്ധത്തിന് പോകണമോ, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമോ? അവർ പ്രത്യുത്തരിച്ചു: കയറിപ്പോകുക, നാഥൻ അതിനെ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും. എന്നാൽ യഹോഷാഫാത്ത് ചോദിച്ചു: ഇവിടെ കർത്താവിന്റെ വേറൊരു പ്രവാചകനില്ലേ? അവനിൽ നിന്നുകൂടി നമുക്ക് ആരായാം. ഇസ്രായേൽ രാജാവ് പ്രത്യുത്തരിച്ചു: ഒരാളിൽ നിന്നുകൂടി കർത്താവിനോട് ആരായാൻ ഇനിയുമുണ്ട്, ഇംലായുടെ പുത്രൻ മിക്കായ. എന്നാൽ ഞാൻ അവനെ വെറുക്കുന്നു, കാരണം അവൻ എന്നെക്കുറിച്ച് തിന്മയല്ലാതെ നന്മയൊന്നും പ്രവചിക്കുകയില്ല. യഹോഷാഫാത്ത് പറഞ്ഞു: രാജാവ് അങ്ങനെ പറയരുത്. അപ്പോൾ ഇസ്രായേൽ രാജാവ് ഒരു ഷണ്ഡനെ വിളിച്ച് ആജ്ഞാപിച്ചു: ഇംലായുടെ മകൻ മികായയെ വേഗം എത്തിക്കുക. ഇസ്രായേൽ രാജാവും യൂദാ രാജാവ് യഹോഷാഫാത്തും രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് സമരിയായുടെ പ്രവേശന കവാടത്തിൽ ഒരു മെതിക്കളത്തിൽ ഉപവിഷ്ടരായിരുന്നു, ഓരോരുത്തനും തന്റെ സിംഹാസനത്തിൽ. പ്രവാചകന്മാരെല്ലാം അവരുടെ മുൻപിൽ പ്രവചിച്ചു കൊണ്ടുവരുന്നു. കെനാനായുടെ മകൻ സെദക്കിയ തനിക്കായി ഇരുമ്പിന്റെ കൊമ്പുകൾ നിർമ്മിച്ച് പറഞ്ഞു: കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, ആരാംകാർ ഇല്ലാതാകുന്നതുവരെ നീ ഇവ കൊണ്ട് അവരെ കുത്തിക്കീറും. എല്ലാ പ്രവാചകന്മാരും ഇപ്രകാരം പ്രവചിച്ചു: റാമോത്ത് ഗിലെയാദിൽ കയറി ചെന്ന് വിജയം വരിക്കുക. കർത്താവ് രാജാവിന്റെ കയ്യിൽ അതിനെ ഏൽപ്പിച്ചു തരും. മികായയെ വിളിക്കാൻ പോയ ദൂതൻ അവനോട് ഇപ്രകാരം പറഞ്ഞു: ഇതാ, പ്രവാചക വചസ്സുകൾ ഒരുപോലെ രാജാവിന് ഗുണകരമാണ്. നിന്റെ വാക്കും അവരിൽ നിന്നുള്ള ഒരുവന്റെ വാക്ക് പോലെയായിരിക്കട്ടെ. നീയും ഗുണകരമായി സംസാരിക്കുക. എന്നാൽ മികായ പറഞ്ഞു: ജീവിക്കുന്ന കർത്താവാണേ, കർത്താവ് അവനെക്കുറിച്ച് എന്നോട് പറയുന്നതേ ഞാൻ പറയൂ. അവൻ രാജാവിന്റെ അടുത്തെത്തി. അപ്പോൾ രാജാവ് അവനോട് ചോദിച്ചു: മിക്കായ, നമ്മൾ റാമോത്ത് ഗിലെയാദിനെതിരെ യുദ്ധത്തിന് പോകണമോ, അതോ ഒഴിഞ്ഞു നിൽക്കണമോ? അവൻ അയാളോട് പറഞ്ഞു: പോയി വിജയം വരിക്കൂ. കർത്താവ് അതിനെ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നേക്കും.
രാജാവ് അവനോട് ചോദിച്ചു, കർത്താവിന്റെ നാമത്തിൽ എന്നോട് സത്യമേ നീ പറയാവൂ എന്ന് എത്ര പ്രാവശ്യം ഞാൻ നിന്നെ ആണയിടിയിക്കണം? അവൻ പറഞ്ഞു, ഇടയനില്ലാത്ത ആട്ടിൻ പറ്റം പോലെ മലകളിൽ ചിതറിയിരിക്കുന്ന സകല ഇസ്രായേൽ ജനത്തെയും ഞാൻ കണ്ടു. അപ്പോൾ കർത്താവ് അരുൾ ചെയ്തു, ഇവർക്ക് നാഥന്മാരില്ല, ഇവർ സ്വഭവനത്തിലേക്ക് സമാധാനത്തിൽ തിരിച്ചു പോകട്ടെ. ഇസ്രായേൽ രാജാവ് യഹോഷാഫാത്തിനോട് പറഞ്ഞു, ഇവൻ എന്നെക്കുറിച്ച് തിന്മയല്ലാതെ നന്മയൊന്നും പ്രവചിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? മിക്കായ പറഞ്ഞു, അതുകൊണ്ട് കർത്താവിന്റെ വചനം ശ്രവിക്കുക. കർത്താവ് തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. സ്വർഗീയ സൈന്യം മുഴുവൻ വലത്തുനിന്നും ഇടത്തുനിന്നും അവിടത്തോട് ചേർന്നു നിന്നിരുന്നു. അപ്പോൾ കർത്താവ് ചോദിച്ചു, ആഹാബ് റാമോത്ത് ഗിലെയാദിൽ കയറിച്ചെന്ന് നിബദിക്കാൻ ആര് അവനെ വശീകരിക്കും? അപ്പോൾ സംസാരിച്ച ഒരുവൻ ഇങ്ങനെയും മറ്റൊരുവൻ അങ്ങനെയും പറഞ്ഞു. എന്നാൽ ഒരു അരൂപി പുറപ്പെട്ട് കർത്താവിന്റെ മുൻപിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ അവനെ വശീകരിക്കാം. കർത്താവ് അവനോട് ചോദിച്ചു, എങ്ങനെ? അവൻ പ്രത്യുത്തരിച്ചു, ഞാൻ പുറപ്പെട്ട് അവന്റെ എല്ലാ പ്രവാചകന്മാരുടെയും അധരത്തിൽ നുണയുടെ അരൂപിയായി ഭവിക്കും. അവിടുന്ന് പറഞ്ഞു, നീ അവനെ വശീകരിക്കും, നീ വിജയിക്കുകയും ചെയ്യും. നീ പുറപ്പെട്ട് അങ്ങനെ ചെയ്യുക. ആകയാൽ ഇതാ, നിന്റെ ഈ പ്രവാചകന്മാരുടെ എല്ലാം അധരത്തിൽ കർത്താവ് നുണയുടെ അരൂപി നിക്ഷേപിച്ചിരിക്കുന്നു. കർത്താവ് നിനക്കെതിരെ അനർത്ഥം നിരൂപിച്ചിരിക്കുന്നു. ഉടനെ കെനാനായുടെ മകൻ സെദക്കിയ മിക്കായായുടെ അടുത്ത് വന്ന് അവന്റെ ചെകിട്ടത്ത് അടിച്ചുകൊണ്ട് ചോദിച്ചു, കർത്താവിന്റെ അരൂപി നിന്നോട് സംസാരിക്കാനായി എങ്ങനെയാണ് എന്നിൽ നിന്ന് അകന്നുപോയത്? മിക്കായ പറഞ്ഞു, ഉള്ളറയിൽ ഒളിക്കാനായി നീ പ്രവേശിക്കുന്ന ആ ദിവസം നീ അത് കാണും. ഇസ്രായേൽ രാജാവ് ആജ്ഞാപിച്ചു, മിക്കായായെ പിടിച്ച് നഗരാധിപൻ ആമോന്റെയും രാജകുമാരൻ യോവാഷിന്റെയും അടുത്തേക്ക് കൊണ്ടുചെന്നാക്കുക. നീ പറയണം, രാജാവ് ഇങ്ങനെ പറയുന്നു, ഞാൻ സമാധാനത്തിൽ വരുന്നതുവരെ ഇവനെ കാരാഗ്രഹത്തിൽ ഇടുകയും ഞെരുക്കത്തിന്റെ ജലവും ഞെരുക്കത്തിന്റെ അപ്പവും കഴിപ്പിക്കുകയും വേണം. മിക്കായ പറഞ്ഞു, നീ സമാധാനത്തിൽ ഉറപ്പായും തിരിച്ചു വരികയാണെങ്കിൽ കർത്താവ് എന്നിലൂടെ സംസാരിച്ചിട്ടില്ല. ഇവരുടെ ജനമെല്ലാമേ, നിങ്ങൾ ഇത് കേട്ടുകൊള്ളുവിൻ. അവൻ പറഞ്ഞു. ഇസ്രായേൽ രാജാവും യൂദാ രാജാവ് യഹോഷാഫാത്തും റാമോത്ത് ഗിലെയാദിലേക്ക് പുറപ്പെട്ടു. ഇസ്രായേൽ രാജാവ് യഹോഷാഫാത്തിനോട് പറഞ്ഞു, യുദ്ധത്തിൽ വേഷപ്രച്ഛന്നനായി പോകാം, നീ നിന്റെ വസ്ത്രം ധരിക്കുക. ഇസ്രായേൽ രാജാവ് വേഷപ്രച്ഛന്നനായി യുദ്ധത്തിന് പോയി. ആരാം രാജാവ് തന്റെ 32 രഥനായകന്മാരോട് ഇപ്രകാരം കൽപ്പിച്ചിരുന്നു, വലിയവരോടോ ചെറിയവരോടോ അല്ല, പ്രത്യുത ഇസ്രായേൽ രാജാവിനോട് മാത്രം പടവെട്ടുക. രഥനായകന്മാർ യഹോഷാഫാത്തിനെ കണ്ടപ്പോൾ ഇവൻ തന്നെയാണ് ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞ് അവനെതിരെ പടവെട്ടാൻ തിരിഞ്ഞു. യഹോഷാഫാത്ത് നിലവിളിച്ചു. അവൻ ഇസ്രായേൽ രാജാവല്ലെന്ന് രഥനായകന്മാർ മനസ്സിലാക്കിയപ്പോൾ അവർ അവന്റെ പിന്നിൽ നിന്ന് പിന്തിരിഞ്ഞു. യാദൃശ്ചിയ ഒരാൾ അമ്പ് എയ്തപ്പോൾ ഇസ്രായേൽ രാജാവിന്റെ പടച്ചട്ടകളുടെയും കവചത്തിന്റെയും ഇടയിൽ അത് തറച്ചു. ഉടനെ അവൻ തേരാളിയോട് പറഞ്ഞു, നീ തിരിഞ്ഞ് എന്നെ പാളയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോവുക, ഞാൻ മുറിവേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ ദിവസം യുദ്ധം രൂക്ഷമായി. രാജാവ് ആരാംകാർക്ക് മുന്നിൽ രഥത്തിൽ നിവർത്തി നിർത്തപ്പെട്ടിരുന്നു. സന്ധ്യയായപ്പോൾ അവൻ മരിച്ചു. മുറിവിൽ നിന്ന് രക്തം രഥത്തിന്റെ അടിത്തട്ടിലേക്ക് ഒഴുകിയിരുന്നു. സൂര്യാസ്തമയമായപ്പോൾ പാളയത്തിലൂടെ ഇപ്രകാരം ഒരു നിലവിളി കടന്നുപോയി, ഓരോരുത്തനും തന്റെ നഗരത്തിലേക്ക്, ഓരോരുത്തനും തന്റെ ദേശത്തേക്ക്. രാജാവ് മരിച്ചു. മൃതദേഹം സമരിയായിലെത്തി. അവർ രാജാവിനെ സമരിയായിൽ സംസ്കരിച്ചു. സമരിയായിലെ കുളത്തിൽ അവർ രാജാവിന്റെ രഥം കഴുകി. കർത്താവ് അരുൾ ചെയ്തിരുന്ന അവിടുത്തെ വചനം പോലെ നായ്ക്കൾ അവന്റെ രക്തം നക്കുകയും വേശ്യകൾ അതിൽ കുളിക്കുകയും ചെയ്തു. ആഹാബിന്റെ പ്രവർത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തവയോരോന്നും അവൻ നിർമ്മിച്ച ദന്തഗ്രഹവും അവൻ നിർമ്മിച്ച എല്ലാ പട്ടണങ്ങളും സംബന്ധിച്ചവ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? ആഹാബ് പിതാക്കന്മാരോടൊപ്പം ശയിച്ചു. അവന്റെ പുത്രൻ അഹസ്യ അവന്റെ സ്ഥാനത്ത് രാജാവായി. ഇസ്രായേൽ രാജാവ് ആഹാബിന്റെ 4-ാം വർഷത്തിലാണ് ആസായുടെ പുത്രൻ യഹോഷാഫാത്ത് യൂദായിൽ രാജാവായത്. യഹോഷാഫാത്ത് രാജാവായപ്പോൾ അവന് 35 വയസ്സുണ്ടായിരുന്നു. അവൻ ജെറുസലേമിൽ 25 വർഷം ഭരിച്ചു. അവന്റെ അമ്മയുടെ പേര്
അസൂബ എന്നായിരുന്നു. അവൾ ഷിൽഹിയുടെ മകളായിരുന്നു. അവൻ തന്റെ പിതാവായ ആസായുടെ ഓരോ മാർഗത്തിലും ചരിച്ചു. അതിൽ നിന്ന് അവൻ വ്യതിചലിച്ചില്ല. തൽഫലമായി അവൻ കർത്താവിന്റെ ദൃഷ്ടികളിൽ ശരിയായത് പ്രവർത്തിച്ചു. എങ്കിലും പൂജാഗിരികൾ അവൻ നീക്കം ചെയ്തില്ല. ജനം തുടർന്നും പൂജാഗിരികളിൽ ബലികൾ അർപ്പിക്കുകയും ധൂപാർപ്പണം നടത്തുകയും ചെയ്തിരുന്നു. യഹോഷാഫാത്ത് ഇസ്രായേൽ രാജാവുമായി സമാധാനത്തിലായിരുന്നു. യഹോഷാഫാത്തിന്റെ പ്രവർത്തികളുടെ ശിഷ്ടഭാഗവും അവൻ പ്രകടിപ്പിച്ച തന്റെ ശക്തി വൈഭവവും അവൻ യുദ്ധം ചെയ്തതും യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? തന്റെ പിതാവ് ആസായുടെ കാലത്ത് അവശേഷിച്ച പുരുഷ വേശ്യാചാരത്തിന്റെ തുടർച്ച അവൻ ദേശത്തു നിന്ന് ഉന്മൂലനം ചെയ്തു. അക്കാലത്ത് ഏദോമിൽ രാജാവില്ലായിരുന്നു. ഒരു പകരക്കാരനായിരുന്നു രാജാവ്. സ്വർണത്തിനായി ഓഫീറിലേക്ക് പോകാൻ യഹോഷാഫാത്ത് താർഷീഷ് കപ്പലുകൾ നിർമ്മിച്ചു. എന്നാൽ അവൻ പോയില്ല. കാരണം എസിയോൻ ഗേബറിൽ വെച്ച് കപ്പലുകൾ തകർന്നു പോയി. അപ്പോൾ ആഹാബിന്റെ പുത്രൻ അഹസിയ യഹോഷാഫാത്തിനോട് പറഞ്ഞു, എന്റെ സേവകന്മാർ നിന്റെ സേവകന്മാരോടൊപ്പം കപ്പലുകളിൽ പോരട്ടെ. യഹോഷാഫാത്ത് അതിന് തയ്യാറല്ലായിരുന്നു. യഹോഷാഫാത്ത് തന്റെ പിതാക്കന്മാരോടൊപ്പം ശയിച്ചു. അവന്റെ പിതാവായ ദാവീദിന്റെ നഗരത്തിൽ പിതാക്കന്മാരുടെ കല്ലറയിൽ അവർ അവനെ സംസ്കരിച്ചു. അവന്റെ പുത്രൻ യഹോറാം അവന്റെ സ്ഥാനത്ത് രാജാവായി. യൂദാ രാജാവായ യഹോഷാഫാത്തിന്റെ 17-ാം ഭരണവർഷം ആഹാബിന്റെ പുത്രൻ അഹസിയ സമരിയായിൽ ഇസ്രായേലിന്റെ രാജാവായി. അവൻ ഇസ്രായേലിൽ 2 വർഷം ഭരിച്ചു. അവൻ കർത്താവിന്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചു. അവൻ തന്റെ പിതാവിന്റെ മാർഗത്തിലും തന്റെ മാതാവിന്റെ മാർഗത്തിലും ഇസ്രായേലിനെ വഴിതെറ്റിച്ച നെബാത്തിന്റെ മകൻ ജെറോബോവാമിന്റെ മാർഗത്തിലും ചരിച്ചു. അവൻ ബാലിനെ സേവിച്ച് അവനെ ആരാധിച്ചു. തന്റെ പിതാവ് പ്രവർത്തിച്ചതുപോലെയെല്ലാം ചെയ്ത് അവൻ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചു. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം. മോവാബിനെ സംബന്ധിച്ച അരുളപ്പാട്. ഒറ്റ രാത്രി കൊണ്ട് അത് നശിപ്പിക്കപ്പെട്ടല്ലോ. മോവാബിലെ 6 പട്ടണം ഇല്ലാതായി. ഒറ്റ രാത്രി കൊണ്ട് അത് നശിപ്പിക്കപ്പെട്ടല്ലോ. മോവാബിലെ കീർ പട്ടണം ഇല്ലാതായി. ദിബോൻ പുത്രി വിലപിക്കാൻ വേണ്ടി പൂജാഗിരിയിലേക്ക് കയറിപ്പോയിരിക്കുന്നു. നെബോയെയും മെദേബായെയും കുറിച്ച് മോവാബ് വിലപിക്കും. ഓരോ ശിരസ്സും മുണ്ടനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഓരോ താടിയും ക്ഷൗരം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിന്റെ തെരുവീഥികളിൽ അവർ ചാക്കുടുത്തിരിക്കുന്നു. പുരമുകളിലും പൊതുസ്ഥലങ്ങളിലും എല്ലാവരും കരയുകയും കണ്ണീരൊഴുക്കുകയും ചെയ്യുന്നു. ഹെഷ്ബോണും എലയാലയും ഉറക്കെ കരഞ്ഞു. അവരുടെ സ്വരം യഹാസ് വരെ കേൾക്കപ്പെട്ടു. അതിനാൽ മോവാബിലെ ആയുധധാരികൾ നിലവിളിക്കും. അവന്റെ ആത്മാവ് വിറകൊള്ളും. എന്റെ ഹൃദയം മോവാബിനു വേണ്ടി നിലവിളിക്കും. അവളുടെ അഭയാർത്ഥികൾ സോവാറിലേക്കും എഗ്ലാത്ത് ഷെലീഷിയായിലേക്കുമുള്ള ലൂഹിത്തുകയറ്റം നിശ്ചയമായും കരഞ്ഞുകൊണ്ട് കയറും. ഹോറോനെയിമിലേക്കുള്ള വഴിയിൽ അവർ വിനാശത്തിന്റെ നിലവിളി ഉയർത്തും. എന്തെന്നാൽ നിമ്രീമിലെ ജലാശയങ്ങൾ വറ്റി വരണ്ടുപോകും. പുല്ലുകൾ ഉണങ്ങിപ്പോകും. പുല്ല് വാടിപ്പോയി പച്ചപ്പ് ഇല്ലാതായി. അതിനാൽ അവർ സമ്പാദിച്ച ധനവും നേടിയതൊക്കെയും അറബീം അരുവിക്കരയിലേക്ക് അവർ കൊണ്ടുപോകും. നിലവിളി മൊവാബിന്റെ അതിർത്തികളെ ചൂഴ്ന്നു നിൽക്കുന്നു. അവളുടെ രോദനം എഗ്ലായിം വരെ, അവളുടെ രോദനം ബേറേലിയും വരെയും. ദിബോനിലെ ജലാശയങ്ങൾ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കാരണം മൊവാബിൽ നിന്നും അറിയയിൽ നിന്നും രക്ഷപ്പെടുന്നവരുടെയും ദേശത്ത് അവശേഷിക്കുന്നവരുടെയും മേൽ, ദിബോന്റെ മേൽ ഞാൻ കൂടുതൽ വിനാശം വരുത്തും. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം. ദേശാധിപതിയുടെ മുട്ടാടിനെ സേലായിൽ നിന്ന് മരുഭൂമിയിലേക്ക്, സിയോൻ പുത്രിയുടെ മലയിലേക്ക് അയക്കുവിൻ. മോവാബിന്റെ പുത്രിമാർ അർണോന്റെ കടവുകളിൽ കൂട് തകർന്നലയുന്ന പക്ഷികളെ പോലെയായിരിക്കും. ഉപദേശം തരിക, നീതി നടത്തുക, മധ്യാഹ്നവേളയിൽ നിന്റെ നിശാതുല്യമായ നിഴൽ വിരിക്കുക, നിഷ്കാസിതരെ ഒളിപ്പിക്കുക, പലായനം ചെയ്യുന്നവരെ ഒറ്റുകൊടുക്കരുത്. മൊവാബേ, എന്റെ ഭ്രഷ്ടർ നിന്നോടുകൂടെ വസിക്കട്ടെ. വിനാശകനിൽ നിന്ന് നീ അവർക്ക് അഭയമായിരിക്കുക. കാരണം മർദ്ദകൻ ഇല്ലാതായി, വിനാശം അവസാനിച്ചു. ചവിട്ടി മെതിക്കുന്നവൻ ദേശത്ത് നിന്ന് തിരോധാനം ചെയ്തു. കാരുണ്യത്തോടെ ഒരു സിംഹാസനം സ്ഥാപിക്കപ്പെടും.
നീതി അന്വേഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവനും ധർമ്മോത്സുകനുമായ ഒരുവൻ ദാവീദിന്റെ കൂടാരത്തിലെ സിംഹാസനത്തിൽ വിശ്വസ്തയോടെ ഉപവിഷ്ടനാകും. മോവാബിന്റെ അഹങ്കാരത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടു. വലിയ അഹങ്കാരി, അവൻ എത്ര ഗർവിഷ്ഠനും ഉദ്ധതനുമാണ്. അവന്റെ വമ്പു പറച്ചിൽ വ്യർത്ഥമാകുന്നു. അതിനാൽ മൊവാബിനു വേണ്ടി നിലവിളിക്കട്ടെ, എല്ലാവരും നിലവിളിക്കട്ടെ. കിർഹാരസ്യത്തിലെ മുന്തിരി അടകളെക്കുറിച്ച് നിങ്ങൾ നൊന്തു വിലപിക്കും. എന്തെന്നാൽ ഹെഷ്ബോൺ വയലുകൾ, സിബ്മായിലെ മുന്തിരി വള്ളികൾ വാടിപ്പോയിരിക്കുന്നു. യാസർ വരെ എത്തിയവയും മരുഭൂമി വരെ നീണ്ടു കിടക്കുന്നവയും കടൽ മുറിച്ചു കടന്നവയുമായ അവളുടെ ശാഖകൾ ജനതകളുടെ പ്രഭുക്കന്മാർ അരിഞ്ഞു കളഞ്ഞു. അതിനാൽ സിബ്മായിലെ മുന്തിരിവള്ളിയെ, ഞാൻ യാസറിനോടൊത്ത് കരയും. ഹെഷ്ബോണെ, എലയാലയെ, എന്റെ കണ്ണീർ നിന്നെ നനയ്ക്കും. എന്തെന്നാൽ നിന്റെ ഗ്രീഷ്മ ഫലത്തെയും കൊയ്ത്തിനെയും കുറിച്ചുള്ള ആരവം നിലച്ചിരിക്കുന്നു. ഫലത്തിനും വിളവിനുമേൽ യുദ്ധകാഹളം മുഴങ്ങുന്നു. സന്തോഷവും ആനന്ദവും തോട്ടത്തിൽ നിന്ന് പോയിരിക്കുന്നു. മുന്തിരിത്തോട്ടങ്ങളിൽ ആലാപനമില്ല, ആർപ്പുവിളികളില്ല. മുന്തിരിച്ചക്ക ചവിട്ടുന്നവന് വീഞ്ഞ് ലഭിക്കുന്നില്ല. ആർപ്പുവിളി ഞാൻ ഇല്ലാതാക്കിയിരിക്കുന്നു. അതിനാൽ എന്റെ അന്തരംഗം മൊവാബിനെ കുറിച്ചും ഉള്ളം കീർഹേരസിനെ കുറിച്ചും വീണക്കമ്പികൾ പോലെ കേഴുന്നു. പൂജാഗിരിയിൽ തളർന്നുവെന്ന് കാണുമ്പോൾ തന്റെ വിശുദ്ധ സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ മൊവാബ് വരും, എന്നാൽ ഫലമുണ്ടാവുകയില്ല. ഇതാണ് മൊവാബിനെ കുറിച്ച് കർത്താവ് മുൻപ് അരുൾ ചെയ്തിരുന്ന വചനം. എന്നാൽ കർത്താവ് ഇപ്പോൾ ഇപ്രകാരം അരുൾ ചെയ്യുന്നു: കൂലിക്കാരന്റെ വർഷം പോലെ 3 വർഷങ്ങൾക്കുള്ളിൽ മൊവാബിന്റെ മഹത്വം അവന്റെ മുഴുവൻ ജനക്കൂട്ടത്തോടുമൊപ്പം നിന്ദയായി മാറും. ചെറുതും നിസ്സാരവുമായ ശിഷ്ടഭാഗം ദുർബലമായിരിക്കും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 17 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങൾ. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. ബഥാനിയ ജെറുസലേമിനടുത്ത് ഏകദേശം 15 സ്താദിയോൺ അപ്പുറമായിരുന്നു. അനേകം യഹൂദർ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്കു തരും എന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത അവനോട് പറഞ്ഞു, അന്തിമ നാളിലെ ഉത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാകുന്നു ഉത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ നിത്യമായി മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉവ്വ് കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തു ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവൾ പോയി തന്റെ സഹോദരിയായ മറിയത്തെ വിളിച്ച്, ഇതാ ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് സ്വകാര്യമായി പറഞ്ഞു. ഇത് കേട്ടയുടനെ അവൾ എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് ചെന്നു. യേശു അപ്പോഴും ഗ്രാമത്തിൽ പ്രവേശിച്ചിട്ടില്ലായിരുന്നു. മർത്ത കണ്ടുമുട്ടിയ സ്ഥലത്ത് തന്നെ അവൻ നിൽക്കുകയായിരുന്നു. മറിയം തിടുക്കത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ട് വീട്ടിൽ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന യഹൂദർ അവളെ അനുഗമിച്ചു. അവൾ ശവകുടീരത്തിങ്കൽ കരയാൻ പോകുകയാണെന്ന് അവർ വിചാരിച്ചു. മറിയം യേശു നിന്നിരുന്നിടത്ത് വന്ന് അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണ് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അവളും അവളോട് കൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു, അവനെ നിങ്ങൾ അടക്കിയിരിക്കുന്നത് എവിടെയാണ്? അവർ അവനോട് പറഞ്ഞു, കർത്താവേ, വന്നു കാണുക. യേശു കണ്ണീർ പൊഴിച്ചു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നോക്കൂ, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അവരിൽ ചിലർ പറഞ്ഞു, അന്ധന്റെ കണ്ണു തുറന്ന ഈ മനുഷ്യന് ഇവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ? യേശു വീണ്ടും നെടുവീർപ്പിട്ടുകൊണ്ട് ശവകുടീരത്തിങ്കൽ വന്നു. അത് ഒരു ഗുഹയായിരുന്നു. അതിന്മേൽ ഒരു കല്ല് വച്ചിരുന്നു. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവിൻ. മരിച്ചയാളുടെ സഹോദരിയായ മർത്ത പറഞ്ഞു, ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും. ഇത് 4-ാം ദിവസമാണ്. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അപ്പോൾ അവർ കല്ലെടുത്ത് മാറ്റി.
യേശു കണ്ണുകൾ ഉയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങ് എന്നെ ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് എന്നെ എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനക്കൂട്ടം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ലാസറെ, പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം കച്ച കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു. യേശു അവരോട് പറഞ്ഞു, അവന്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.